World and PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, JK World and PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ JK World and PSC എന്ന FB പേജിന്റെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളുടെ FB പേജ് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് മെസ്സഞ്ചറിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ ഈ ഓഡിയോയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കേരള അടിസ്ഥാന വിവരങ്ങളുടെ ബാക്കി ചോദ്യഭാഗങ്ങളാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എപ്പിസോഡിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വർഷത്തിൽ ശരാശരി എത്ര ദിവസങ്ങൾ വരെ കേരളത്തിൽ മഴ ലഭിക്കുന്നു? 120 മുതൽ 140 ദിവസങ്ങൾ വരെ. ഇന്ത്യയിൽ മൺസൂൺ കാലം മഴക്കാലം ആദ്യം തുടങ്ങുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കേരളം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ വ്യാപകമായി അറിയപ്പെടുന്ന പേര് എന്താണ്? വർഷകാലം അഥവാ ഇടവപ്പാതി. AD 45 ഇന്ത്യയിലേക്കുള്ള മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ച ഗ്രീക്ക് നാവികനാരാണ്? ഉത്തരം ഹിപ്പാലസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏത് കാലയളവിലാണ്? ഉത്തരം വർഷകാലത്ത്. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം തുലാവർഷം. വടക്കു കിഴക്കൻ മൺസൂണിന്റെ കാലയളവ് ഏതാണ്? ഉത്തരം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ഉത്തരം ജൂലൈ. കേരളത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ കാലവർഷമുണ്ടായ വർഷം ഏതാണ്? 1924. കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായതിനാൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏതാണ്? 1924 കൊള്ളവർഷം 1909. കേരളത്തിൽ ശീതകാലം എപ്പോഴാണ്? ജനുവരി ഫെബ്രുവരി മാസത്തിൽ. കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് KSEB നിലവിൽ വന്ന വർഷം ഏതാണ്? 1957 മാർച്ച്. കേരളത്തിലെ ആകെ വൈദ്യുതോൽപാദനത്തിന്റെ എത്ര ശതമാനത്തോളമാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ലഭിക്കുന്നത്? 71%. KSEB വൈദ്യുതി വിതരണം നിർവഹിക്കാത്ത കേരളത്തിലെ 2 പ്രദേശങ്ങൾ ഏതാണ്? മൂന്നാർ, തൃശൂർ കോർപ്പറേഷൻ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി ഏതായിരുന്നു? പള്ളിവാസൽ, മുതിരപ്പുഴയിൽ 1940. തിരുവിതാംകൂറിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? ഉത്തരം ഇടുക്കി. കുറവൻ കുറത്തി മലകൾക്കിടയിൽ ഏത് നദിയിലാണ് ഇടുക്കി അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത്? ഉത്തരം പെരിയാറാണ്. 1976 ഫെബ്രുവരി 22 ഇടുക്കി ജലവൈദ്യുതി പദ്ധതി കമ്മീഷൻ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഏതാണ്? ഇന്ദിരാഗാന്ധി. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ്? ഉത്തരം കാനഡ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതികൾ ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ചവയാണ്? ഉത്തരം ചൈന. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? ഉത്തരം ശബരിഗിരി. 1966 ഏപ്രിൽ പ്രവർത്തനം തുടങ്ങിയ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദീതടത്തിലാണ്? ഉത്തരം പമ്പ. പെരിങ്ങൽ കുഞ്ഞ് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി പദ്ധതി. KSEBയുടെ കീഴിലുള്ള ഏറ്റവും വലിയ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം കല്ലട പദ്ധതി. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ഒന്നുകൂടെ ആവർത്തിക്കാം. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? നല്ലളമാണ്, കോഴിക്കോട് ജില്ലയിൽ. ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം എറണാകുളം. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള രാജീവ് ഗാന്ധി കെൻ സൈക്കിൾ പവർ പ്ലാന്റ് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കായംകുളം. കായംകുളം തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? നാഫ്ത. സ്വകാര്യ മേഖലയിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുഞ്ഞുങ്കൽ ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം മാങ്കുളം, ഇടുക്കി ജില്ലയിൽ.
കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ ബില്ലിംഗ് സംവിധാനം ഏതാണ്? ഉത്തരം ഒരുമ. പെരിയാറിലുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായ വർഷം ഏതാണ്? 1895. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ആരായിരുന്നു? ഉത്തരം ജോൺ പെന്നിക്വിക്. കേരളത്തിലെ ഏത് അണക്കെട്ടിൽ നിന്നുമാണ് കോയമ്പത്തൂർ നഗരത്തിലേക്ക് കുടിവെള്ളം ലഭിക്കുന്നത്? ശിരുവാണി ഡാം. കേരളത്തിൽ എവിടെയാണ് മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലെ പീരമേടിലാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള അണക്കെട്ട് ഏതാണ്? ഉത്തരം നെയ്യാർ ഡാം. പെരിയാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ പീരമേട്. ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. ഏറ്റവും ഒടുവിൽ രൂപപ്പെട്ട ജില്ല? കാസർഗോഡ് ജില്ല. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം. ജനസംഖ്യ കുറവുള്ള ജില്ല? വയനാട്. സാക്ഷരത ഏറ്റവും മുന്നിലുള്ള ജില്ല കോട്ടയമാണ്, എന്നാൽ ഏറ്റവും പിന്നിലുള്ള ജില്ല വയനാടാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്, എന്നാൽ കുറവുള്ളത് ഇടുക്കി ജില്ലയാണ്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയാണ് വയനാട്. സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുന്നിലുള്ള ജില്ലയാണ് കണ്ണൂര്, എന്നാൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും പിന്നിലുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഞാൻ പറഞ്ഞിരുന്നു കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ആലപ്പുഴയിലെ ചേർത്തലയാണ്. ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളാണ്. നിങ്ങൾക്കപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. Till then, bye bye and thank you for watching my channel.